ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നല്ല ചൂടൊക്കെയുള്ള ഒരു കാലാവസ്ഥയാണല്ലോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈമെന്നല്ല, എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ പച്ചമാങ്ങയെ വെച്ച് അച്ചാർ, ലൈക്ക് കറികൾക്ക് ഈ മാങ്ങ ഒഴിച്ചൂട്ടൻ, മീനിൽ മാങ്ങ ഇടുന്നത്, അങ്ങനെയുള്ള മാങ്ങ വെച്ചുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മാങ്ങ, പഴുത്ത മാങ്ങ ഇഷ്ടമാണ്, പച്ചമാങ്ങ ഇഷ്ടമാണ്. അപ്പം നമ്മളിന്ന് പച്ചമാങ്ങ വെച്ചിട്ട് ഒരു പച്ചമാങ്ങ ജ്യൂസെന്നോ പച്ചമാങ്ങ സംഭാരം എന്നൊക്കെ പറയാം. അപ്പോൾ പച്ചമാങ്ങ വെച്ച് ഇന്നൊരു അടിപൊളി ജ്യൂസ് അല്ലെങ്കിൽ സംഭാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പച്ചമാങ്ങ സംഭാരത്തിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓഫ് കോഴ്സ് പച്ചമാങ്ങ വേണം. പച്ചമാങ്ങ ഞാൻ ഒരു ഫുൾ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുവാണ്. പക്ഷേ ഇതിൻ്റെ എക്സാക്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് ഇത്രയും വേണ്ടി വരില്ല. ഒരു കുഞ്ഞ് മീഡിയം സൈസ് പച്ചമാങ്ങ അരിഞ്ഞത്, പിന്നെ പച്ചമുളക്. ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ആണല്ലോ, ഓക്കെ പച്ചമുളക് ഇത്രയും മതി, അങ്ങനെ ഒരു ഐഡിയയിൽ നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ചെറിയ ഉള്ളി, ദെൻ ഇഞ്ചി, കരിവേപ്പില. സോ ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഉപ്പും കൂടെ നമ്മൾ ആ ടൈം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പച്ചമാങ്ങ സംഭാരം ഉണ്ടാക്കാൻ വേണ്ടത്. തുടങ്ങിയാലോ? അപ്പം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയിലിട്ട് നമ്മൾ ചെറിയ ജാറാണ് കേട്ടോ, ജ്യൂസർ ജാറല്ല എടുത്തിരിക്കുന്നത്, ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് പച്ചമാങ്ങ ഇടാം, പിന്നൊരു 3 അല്ലി ചെറിയ ഉള്ളി ഇടുവാണ്, ഒരു ഫുൾ പച്ചമുളക് ഇങ്ങനെ വരുന്നതിൽ ഒരെണ്ണം ഇടുവാണ്. ഇഞ്ചി ഞാൻ നേരത്തെ കാണിച്ചതിനെക്കാട്ടി കുറച്ചും കൂടെ സൈസ് കുറച്ചു, കാരണം അത് ചിലപ്പോൾ കൂടിപ്പോയാലോ. കരിവേപ്പില അത് ഈ കൈ കൊണ്ടിടാൻ പറ്റില്ല, അതുകൊണ്ട് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ലേശം ഉപ്പും കൂടെ ഇടണം. ഞാൻ ആക്ച്വലി പ്രഗ്നൻ്റ് ആയതിന് ശേഷം അമ്മ എന്തുപ്പടാ ഇത്, ഇന്ദുപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഉപ്പാണ് കേട്ടോ മെജോറിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഉപ്പിട്ട് തളർന്നപ്പോൾ ഉപ്പിടാൻ വന്ന 2 ആളുകൾ, ഇയാളിതെന്താ നോക്കിയിരിക്കുന്ന ആളാ, ഇവിടെ എന്തോ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായതിൻ്റെ ത്രില്ലിലാണ് ഇരിക്കുന്നത്. എടാ മതിയടാ, ഇതിപ്പം കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇവൻ ഇത് കോളമാക്കുന്നതാണ് തോന്നണം. സോ നമ്മളിതെല്ലാം ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അടിയൊന്നും എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, അവർ ലോക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിത് അരിച്ചെടുക്കും. അരിച്ച് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ സംഭാരം റെഡിയായി. നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പച്ചമുളകും കരിവേപ്പിലേക്ക് വെച്ച് നമ്മുടെ പച്ചമാങ്ങ സംഭാരം ഡെക്കറേറ്റ് ചെയ്തു. ആക്ച്വലി നമ്മൾ അത് അടിച്ച് വരുമ്പോൾ കുറച്ചധികം, ഇപ്പോൾ 1-2 പേർക്ക് കുടിക്കണമെങ്കിൽ ആ ക്വാണ്ടിറ്റി മതി. കൂടുതൽ ആൾക്കാർക്ക് അത് കുടിക്കണമെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നമ്മൾ മാങ്ങയും ബാക്കി സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചമാങ്ങ സംഭാരം. കിച്ചു കുടിച്ചു നോക്കിയേട്ടാ, കൊള്ളായിരുന്നു. ആക്ച്വലി നമ്മുടെ മോര് കുടിക്കുമ്പോൾ ആ സംഭാരം കുടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ അതിൽ മാംഗോയുടെ ഫ്ലേവറും കൂടെ വരുന്നു. അത്ര തന്നെയാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് വളരെ മികച്ചൊരു കാര്യമായതുകൊണ്ട് ഞാൻ എൻ്റെ അനിയനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. കേട്ടോ, കുടിക്കൂ. കൊള്ളാവോ? ഫുൾ
മോരിൻ്റെ അതേ ടേസ്റ്റ് തന്നെന്ന്. മാങ്ങയിൽ ഒരു ടേസ്റ്റ് നിനക്ക് കിട്ടുന്നില്ല? ഉണ്ട്, കഷ്ടം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ സമയത്തൊക്കെ കുടിക്കാൻ. കാരണം ചൂടെടുത്ത് ഇതൊന്നും പിടിക്കുമോ? ഞാനൊന്ന് കുടിച്ചോട്ടാ. കൊള്ളാം ഗൈസ്, കുറ്റം പറയാനായിട്ടൊന്നുമില്ല, കൊള്ളാം. വേറൊരു ടേസ്റ്റ്. എനിക്ക് മാങ്ങ ഇഷ്ടമുണ്ടായിട്ട്, പക്ഷെ മാങ്ങയുടെ ആ പുളിപ്പ് നമ്മൾ മാങ്ങ എടുത്ത ക്വാണ്ടിറ്റി കുറവായിരുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചപ്പോൾ എക്സാക്ട് മാങ്ങയുടെ ടേസ്റ്റിന് കുറവുണ്ട്. പക്ഷെ നിങ്ങളത് അടിക്കുമ്പോൾ കുറച്ച് പാചകം ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാങ്ങ ഇച്ചിരി കൂടെ കൂട്ടിയെടുത്താൽ മതി. പിന്നെ ഇത്തിരി പുളിയുള്ള മാങ്ങയും കൂടെ എടുത്താൽ കുറച്ചും കൂടെ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഞാൻ കുടിക്കുന്നത് നോക്കി ഇരിക്കുന്ന വേറൊരാൾ, അദ്ദേഹത്തിന് ഇത് കുടിക്കാൻ പറ്റില്ല. എൻ്റെ മണം കിട്ടിയപ്പോൾ മാങ്ങയാണെന്ന് മനസ്സിലായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് കേട്ടോ. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ, മാങ്ങ വെച്ചിട്ടൊരു സംഭാരം ഉണ്ടാക്കുന്നത്. സോറി, കഴിഞ്ഞ വീഡിയോ 5th month സെറമണി ആയിരുന്നു. അപ്പം അതിനൊരുപാട് പേര് ലൈക്ക് വിഷസൊക്കെ അറിയിച്ചു, കുറേ മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ബേബി എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ആ കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട്. സോ ഇപ്പോൾ എനിക്ക് ഏകദേശം ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ഏകദേശം കഴിയാറായി വരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ഞാൻ മാക്സിമം ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ജേർണിയെ പറ്റി ഇടാനായിട്ട് ശ്രമിക്കാം. ഓൾറെഡി കഴിഞ്ഞ കാര്യമായതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരിക്കും. അപ്പം അടുത്ത വീഡിയോ അതായിരിക്കാം മേ ബി. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്ത ആൾക്കാർ, ചില ആൾക്കാർ ചില ഡിഷസൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരും കേട്ടോ, ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിൽ കൊള്ളൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അയക്കും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.